ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ കുറച്ച് കൊണ്ടാട്ടത്തിനുള്ള മുളകും ഉണ്ട്, ചക്കയും ഉണ്ട്. അപ്പൊ എന്താണെന്നായിരിക്കും അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുളകും അതുപോലെ തന്നെ ചക്കയും വെച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ? ഒരു പരീക്ഷണമാണ്. എങ്ങനെ വിജയിക്കുമോ അറിയത്തില്ല, ഉണ്ടാക്കി നോക്കാം. എന്തായാലും ഞാൻ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല പോലെ തോന്നി, ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം. നല്ലതാണ്. നമുക്ക് ഉണ്ടാക്കി വെച്ചാലേ മഴക്കാലം ആവുമ്പോഴത്തേനും നമുക്ക് നല്ല കൊണ്ടാട്ടമൊക്കെ കൂട്ടി ചോറുണ്ണാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ചക്ക ഞാൻ ഒരു പാത്രം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ അരിഞ്ഞേക്കുന്നത്. ഇനിയും മുളക് ഇതുപോലെ പള്ളയൊന്ന് കീറി കൊടുക്കുക. ഇങ്ങനെ ഞെടുമ്പല്ല, ഈ സൈഡ് ഒന്ന് കീറി കൊടുക്കണേ. എങ്ങനെയുണ്ടെന്ന് നോക്കാം, വായോ. മുളകിന്റെ എല്ലാം പള്ള കീറി സൈഡ് ഇങ്ങനെ കീറി വെച്ച അപ്പച്ചെമ്പയില് വെള്ളം വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇനി നമുക്ക് പച്ചമുളക് ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയേ. ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ മുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടേ. ഇത്രയും വാടിയാൽ മതി കേട്ടോ. ഇതങ്ങ് കോരിയെടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ചക്ക ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഒന്ന് ആവി കയറാൻ. ചക്കയും ഒന്ന് ആവി കയറിയിട്ടുണ്ട് കേട്ടോ. അത് മതിയേ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു. ഇതും നമുക്ക് പതിയെ അങ്ങ് എടുക്കാം. നമ്മുടെ ചക്കയും മുളകും എല്ലാം എന്താണ്ട് കേട്ടോ, ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിക്കുന്നു. നല്ല പുളിയുള്ള തൈര് കണ്ടോ. നല്ല പുളിയുള്ള തൈര് അങ്ങോട്ട് ഒഴിച്ചു. പാകത്തിന് ഉപ്പും ചേർത്ത്. ഉപ്പ് ഇച്ചിരി മുന്നേ നിൽക്കണം കേട്ടോ. കല്ലുപ്പിടുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. ഞാനിപ്പോ പൊടിയുപ്പാ ചേർക്കുന്നത്. ഇത് 2.5 സ്പൂൺ ഇട്ടിട്ട് നമുക്ക് നോക്കാം. സ്റ്റീൽ പാത്രത്തിൽ വേണം കേട്ടോ. അലൂമിനിയം പാത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ആക്കരുത്. സ്റ്റീൽ പാത്രത്തിൽ വേണം കേട്ടോ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇതിനി ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കൊന്ന് വെയിലത്തോട്ട് കൊണ്ടുവയ്ക്കാം കേട്ടോ. ഇനി 2 ദിവസം ഇതിങ്ങനെ വെയിൽ കൊള്ളിക്കും. ഇങ്ങനെ ഇരുന്നിട്ട് 3-ാം ദിവസം നമ്മൾ വിടർത്തിയിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് വറുത്ത് കഴിക്കാം. ഇപ്പൊ ഈ ചക്കയും ഈ മുളകും കൂടെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. ഇത് കണ്ടോ, നമ്മൾ പരീക്ഷണം പോലെ ഉണ്ടാക്കി വെച്ച ഒരു സാധന. ചക്ക നമ്മൾ കൊണ്ടാട്ടം പോലെ ആക്കി, മുളകും അതുപോലെ ആക്കിയിട്ട് തൈരിനകത്തൊക്കെ ഇട്ട് ഇത് റെഡിയാക്കി എടുത്താണ്. നോക്കിയേ, ഉണക്കി എടുത്ത് വെച്ചതാ. ഒരു ദിവസം തൈരിനകത്ത് ഇട്ടു, പിറ്റേ ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങി. ഇനി നമുക്കിതൊന്ന് വറുത്ത് നോക്കണ്ടേ. പാൻ അടുപ്പ് വെച്ചു. ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാവേ. പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ചക്കയും കൊണ്ടാട്ടമുളകും കൂടെ ഒന്നിച്ചങ്ങിട്ടേക്കാം. ഒന്നിച്ചല്ലേ അവരെ ഉണക്കിയത്. കുറച്ച് വറുത്താൽ മതി. നോക്കിയേ, ചക്കയും മുളകും കൂടെ തൈരിനകത്തിട്ട് ഉണ്ടാക്കിയത് ഉണങ്ങി വറുത്തെടുത്ത സാധനം. ടിന്നിനകത്താക്കി ഇങ്ങനെ വെച്ചാൽ എത്ര നാൾ വേണേലും ഇരുന്നോളും. നമുക്ക് എടുത്തു വയ്ക്കാം. ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളി സാധനമാണ്. ഇതാ കഴിച്ച് കാണിച്ചു തരാം. നോയമ്പ് കാലത്തൊക്കെ ചോറുണ്ണാൻ എന്തെങ്കിലും ഒരു മുളക് കടിച്ച് കാണിക്കണോ? റിസ്ക്കാണ്.
എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.